ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വലിയ പറമ്പ് ബീച്ചിലാണ്. അപ്പോൾ ഞാനും ഫാമിലി അതുപോലെ തന്നെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത രണ്ടാൾക്കാരൊക്കെ ഉണ്ട്. അവരെ മക്കളൊക്കെ ഉണ്ട്. അവരാണ് ആ ഷട്ടിലൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ബീച്ചിൽ കുറേ ആൾക്കാരൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം, നല്ല മഴയൊക്കെ ഉണ്ടായിട്ട് ഇന്നാണ് കുറച്ച് ഈ ശമനം മഴക്ക്. അപ്പോൾ കുറേ ദിവസമായി വെളിയിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മഴ നിന്നുകൊണ്ട് വലിയ പറമ്പ് ബീച്ചിൽ വരാൻ വിചാരിച്ച് ഒരു 2-3 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്ന് മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നി ഈ കൂൾ ബാറും കാര്യങ്ങളൊക്കെ മൊത്തം ക്ലോസ് ചെയ്തിട്ടായുള്ളത്. ഇന്നലെയും മിനിയാന്നൊക്കെ ഇങ്ങോട്ട് എനിക്കൊന്ന് പ്രവേശനം ഉണ്ടായിട്ടില്ല. കളക്ടർ ബീച്ചുകളും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ മൊത്തം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. വൈഫും ഫ്രണ്ട്സൊക്കെ ആ ഭാഗത്തായിട്ടുണ്ട്. അപ്പം ഷട്ടിൽ കളിക്കുന്നു പിള്ളേർ. റസിയാരെ ഫ്രണ്ടിൻ്റെ മകനാണ്. അപ്പോൾ അവർ കണ്ടങ്കാളിയിലാണ് രണ്ടാൾ. കണ്ണങ്കൈ അല്ലേ? കണ്ണങ്കൈ. അപ്പോൾ ഒരാൾ കണ്ണങ്കൈ, രണ്ടാള് കണ്ടങ്കാളിയിലാണ്. ലിയാബി ഉണ്ട് എൻ്റെ കൂടെ. ലിയാബി കടൽ കാണാൻ വന്നിട്ടായുള്ളത്. എങ്ങനെ കടലെങ്ങനെ? ഭയങ്കര തിരമാലല്ലേ? അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ശരിക്കും ഉച്ചക്ക് 2-2:30 ആയനത്രേ. വെയിലൊന്നുമില്ല. രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ്. മഴ ഏത് സമയത്തും വരാം. ഇവിടെ ഒരു വലിയ പറമ്പ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അത് കാറ്റത്തൊക്കെ പറന്ന് പോയെന്ന് തോന്നുന്നു. അങ്ങനത്തെ കാറ്റും മഴയാണ് ഉണ്ടായത്. അപ്പോൾ അവരവിടുന്ന് എന്തോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഉണ്ടല്ലേ നമ്മളെ വലിയ പറമ്പ ബീച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാളിങ്ങനെ ടിക്ടോക്കിലെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. പഠിക്കുന്ന എത്രയാ? അപ്പോൾ രണ്ടും ഇൻസ്റ്റയിലെ റീൽസ് ഓളികളാ ചെറുതായിട്ട്. അപ്പോൾ റീൽസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ക്ലോസ് ആണ് കേട്ടോ. നല്ല ചായയും കടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങപ്പുറമാണ് ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വി കഫേയിലാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിന്ന് ചായ കുടിക്കൽ പതിവാണ്. അപ്പോൾ നമ്മൾ കോഫിയും ചായയും അതുപോലെ തന്നെ കുറച്ച് സാൻഡ്വിച്ചും സ്നാക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം മിക്സ് പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ അപ്പം മിക്സ്. ബീഫും അതുപോലെ തന്നെ ചിക്കനും ഉണ്ട്. രണ്ടും നല്ല അടിപൊളി സ്പൈസിയാണ്. അങ്ങനെ വൈഫിൻ്റെ ഫ്രണ്ട്സ് ചായയൊക്കെ കുടിച്ചിട്ട് അവരുടെ സ്ഥലത്തേക്ക് പോയി. നമ്മൾ നേരെ ഇടയിലെക്കാട്ടിൽ ജസ്റ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. എന്താ വെച്ചാൽ പിള്ളേർ പറഞ്ഞ് കുരങ്ങനെ കാണണമെന്ന്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. ഇപ്പോൾ കുരങ്ങ് വന്നിട്ടുണ്ടല്ലോ. അതവിടെ അങ്ങാടുണ്ട് കേട്ടാ കുരങ്ങ്. കാറിൻ്റെ മിററിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. അതാ ഉണ്ടാ അവരെന്തോ കൊടുക്കുന്നുണ്ട് അതിന്. പക്ഷെ നമ്മളൊന്നും കരുതിയിട്ടില്ല കേട്ടോ കൊടുക്കാൻ വേണ്ടി. ഷോപ്പാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കാണുന്നില്ല. അതാ കാറിൻ്റെ മേലേക്ക് അത് ഉള്ളത്. ഇതാ വന്നിട്ടുണ്ട്, കണ്ടില്ല ഗൈസ്. ഹായ് ഹായ് ബ്രോ. നോക്കുന്നുണ്ടോ ഒന്നുണ്ടോന്ന്? കൈമ ഒന്നുമില്ല കൊടുക്കാൻ. വേറൊന്നുണ്ടായാലും ഇപ്പുറത്തെ എടുത്തു. അവിടെ ഉണ്ടാ? അതാടെ അതാ അവിടെ ഒരാളുണ്ട് കേട്ടാ. ഇതാ ചെറിയൊരാളിതാ, ചെറിയൊരു കുരങ്ങ്. അയ്യോ. അപ്പൊ ഇന്ന് വന്നോണ്ട് ഏതായാലും കുരങ്ങിനെയും കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കുരങ്ങിനെ കാണാൻ പറ്റിയില്ല. കുരങ്ങിന് ഫുഡ് കൊടുക്കണ്ടേ? ഇതാ വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം. ആരോ പഴക്കൊലയിലും കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടാണ്. പഴക്കൊലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ കെട്ടിത്തൂക്കിയാൽ ഇഷ്ടംപോലെ കുരങ്ങ് വരും കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് കുരങ്ങുണ്ട് ഇവിടെ. ഇതിപ്പോ കുറച്ചേയില്ല, 3-4 ഇല്ലും. ഇഷ്ടംപോലെ കുരങ്ങുണ്ട്. അവിടെ പോലെ ബസ് വരുന്നു, ബസ്. മഴപ്പൊലിമ എന്തോ ഉണ്ട് സംഭവം. അപ്പൊ നമ്മള് കായൽ തീരം ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിലേ പോകുമ്പോ ഒന്ന് കയറി ഇരുന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ക്ലോസ് ആയിട്ടാണ് കാണുന്നത്.
എനിക്ക് വന്ന് ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തതായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും, ഓപ്പൺ ആക്കാൻ പാടില്ല എന്നുള്ളത്. അറിയില്ല എന്താന്ന്. ഇവിടെ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടാ, എന്തോ വെഡിങ് ഷൂട്ടിങ് ആയിട്ട് നടക്കുന്നുണ്ട്. അതാ മുമ്പിൽ കുറെ പിള്ളേർ ഒരേപോലത്തെ ഇട്ടിട്ട് കല്യാണം ഉണ്ട് ഇവിടെ, എന്തോ അങ്ങനത്തെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പാർക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അല്ലേ? സെറ്റപ്പ് ആവുന്നുണ്ട്. പാർക്ക് വന്നാലിവിടെ ജനപ്രവാഹമായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസത്തെ ഭയങ്കരമായിട്ടുള്ള മഴയ്ക്ക് ശേഷം ഒന്ന് വെളിയിലിറങ്ങിയതാണ്. എന്തായാലും നമ്മളെ വലിയ പറമ്പിലെ മനോഹരമായിട്ടുള്ള ബീച്ച് കാണാൻ പറ്റി. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നല്ല ചായയും സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇടയിലക്കാടിലെത്തിയപ്പോൾ കുരങ്ങിനെയും കാണാൻ പറ്റി. അങ്ങനെ എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.